Q Developers ഉപ്പും മുളകും. ആന്റിക്ക് എങ്ങനെയുണ്ട്? ആന്റി കിടക്കട്ടെ വിശ്രമിക്കട്ടെ. അച്ഛാ, എനിക്ക് അമ്മ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയണ്ടേ? അമ്മ വിളിച്ച് പറഞ്ഞല്ലോ, സസ്പെൻസ് അല്ലേ? വിളിച്ചു പറഞ്ഞു, സസ്പെൻസ് ആണെന്ന് വിളിച്ചു പറഞ്ഞു. സസ്പെൻസാ? ഈ കാര്യം സസ്പെൻസ് അല്ലേടി. ജയന്തന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. എന്താ രമേന്റിക്ക് സങ്കടം വരുമ്പോ ജയന്തരങ്ങളിന് സന്തോഷമാവൂ? അതാണല്ലോ ജയന്തര അങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യം, എങ്ങനെങ്കിലും രമേന്റി ഉപദ്രവിക്കാം. ഈ ജയന്തരങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? കേശു, ചിലവരുടെ സ്വഭാവമൊക്കെ അങ്ങനെയാടാ. ജയന്തരങ്ങളുടെ സ്വഭാവം നല്ലതായിരുന്നു, എന്ത് നന്നായിരുന്നല്ലേ? രമേന്റിക്ക് നല്ല സന്തോഷമായിരുന്നല്ലേ? ഈ ജയന്തരങ്ങളുടെ സ്വഭാവം എന്ന് നന്നാനാച്ചാ? ഇനി മുതൽ അവന്റെ സ്വഭാവം നന്നാവും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കൊരു ഉറപ്പുമില്ല. ആദ്യമൊക്കെ എനിക്ക് അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇപ്പൊ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവള് കയറി കിടക്കുകയാണ് കേട്ടോ. വയറ് ഉരുണ്ടി കയറണം എന്ന് പറയുന്നു. ആദ്യം കാരണം ഉരുണ്ട് കയറും, പിന്നെ ചവിട്ട് തുടങ്ങും. ഭയങ്കര ഛർദിലടാ. ഛർദിക്കില്ല, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇനി പോലെ വലിയ പണിയൊന്നും ചെയ്യിപ്പിക്കരുത്. എന്നാ പണി ചെയ്യിപ്പിക്കാതിരിക്കാനും പറ്റൂല. എന്തൊരു പറയാം, അവളെ കാര്യം ഒന്നും പറയണ്ടേ. നേരം വെളുക്കുമ്പം തുടങ്ങും അവളെ ജോലി ഇരുത്തിയാലും തീരൂലടേ. എന്തിന് കഷ്ടം എന്ന് പറയാം. ജോലിയൊക്കെ ചെയ്യണം, ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്യണം. പക്ഷെ കൂടുതൽ നമ്മൾ കൂടുതൽ പണിയൊന്നും ചെയ്യിപ്പിക്കരുത്. പക്ഷെ ശ്രദ്ധ വേണം, എപ്പോഴും നല്ല ശ്രദ്ധ വേണം. വയറിന്റെ കാര്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ശ്രദ്ധ വേണമെന്ന്. ഞാൻ ആലോചിക്കണേ, ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയാൽ ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കായിരുന്നു. നിങ്ങളൊരു കാര്യം ചെയ്യും, ആദ്യം ഒരു ഓട്ടോ വിളിച്ച് എവളെ കയറ്റി നീരുവിൻ്റെ ഓഫീസിലോട്ട് പോകും. ഓട്ടോക്കാരന് പ്രത്യേകം പറഞ്ഞാൽ കട്ടറിലൊന്നും ഇറക്കരുത്, കുലുങ്ങാനൊന്നും പാടില്ല. എന്നിട്ട് നീരുവിനെ വിളിച്ചിട്ട് നേരെ ആശുപത്രിയിലോട്ട് പോകും. പൈസ എല്ലാം ഉണ്ടാ? പൈസ ഒന്നും ഇല്ലേ? എൻ്റെ ഇല്ല. നീലുവിൻ്റെ വാങ്ങിച്ചോ. എനിക്ക് സമയം എടുക്കും. കാറിലാണ് കൊണ്ടുപോകേണ്ടിരുന്നത് കേട്ടാ, അനങ്ങാൻ പാടില്ല, കാറിലാണ്. മോളെ മക്കളെ ആശുപത്രി പോവാ. അച്ഛാ, എനിക്കൊരു കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ പോണ്ട. രമേന്റി വാ, ആശുപത്രി പോവാം. ഇങ്ങനെ കയറി ചുരുണ്ടി കിടന്ന മക്കളെ വാ, ആശുപത്രി പോവാ. രമേന്റി പേടിക്കൊന്നും വേണ്ട. രമേന്റി ഹോസ്പിറ്റലിൽ പോയാൽ അവർ ഇഞ്ചക്ഷൻ ഒന്നും എടുക്കില്ല. ഇഞ്ചക്ഷൻ എടുത്താൽ കുഴപ്പമൊന്നും കടിക്കണ്ട. ഇഞ്ചക്ഷൻ എടുക്കൂല, മരുന്നും തരൂല, വേറെ നോക്കിട്ടെങ്കിൽ ഇവിടെ ഉള്ളൂ. അങ്ങനെയാണ്. ഇവ എന്തൊരു പറയണത് അണ്ണാ? കാർ പിടിക്കണ്ടേ? കാർ വേണ്ട, ആട്ടോ മതി. ആട്ടേ പോവാനാ? പണ്ട് തങ്കം ചേച്ചിക്ക് ഇതുപോലെ വന്നപ്പോൾ നിങ്ങൾ കാർ പിടിച്ചതാ? തങ്കം ചേച്ചിക്ക് കൊണ്ടുപോയ കേസ് വേറെ. ജയന്തൻ അറിയിക്കണ്ടേ? എന്തിനാ അണ്ണാ? എത്ര ചെറ്റാണെങ്കിലും ഈ കാര്യമൊക്കെ ജയന്തൻ അറിയിക്കണ്ടേ അണ്ണാ? നീ പോടാ, അവനെ പോകാൻ പറയടാ. അണ്ണാ ഇപ്പൊ അറിയിക്കേണ്ട സമയമാണ്, ഇപ്പൊ അറിയിച്ചില്ല പിന്നെ ഇപ്പൊ അറിയിക്കേ. അവനെന്റെ പറയും, എന്ത് വൈറ്റ് കൂറുണ്ടായിരുന്നു പറയാൻ. പോടാ രമേന്റി വാ, പോവാം, വാ, ഹോസ്പിറ്റലിൽ പോവാം. രമേന്റെ ആ ഡ്രസ്സ് ഒന്ന് വേഗം ചേഞ്ച് ചെയ്യും. ഇത്രയും വയ്യാതിരിക്കുന്ന ആളുടെ ഡ്രസ്സ് ഇനിയും ചേഞ്ച് ചെയ്യേ. പൊടി. നീ എന്തോന്ന് പറഞ്ഞ? ഹോസ്പിറ്റലിൽ പോണോന്നാ? എടീ, നമ്മൾ കുട്ടിയെ കൂടൂല. ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടത് ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണം. നീ എവിടെ പോണത്? കിച്ചണില്. എന്തിന്? അണ്ണാ അവള് വെള്ളം കുടിക്കാൻ പോണ ബോട്ട്. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. വേണ്ട, ഞാൻ പോയി എടുത്തോളാം. രമാനിയുടെ മുഖത്ത് ഭയങ്കര മാറ്റമല്ലേ? രമാനിയുടെ മുഖത്ത് ഭയങ്കര മാറ്റമല്ലേ? ഇപ്പൊ അങ്ങനെ തന്നെ, കുറച്ച് കഴിയുമ്പോൾ നല്ല പ്രസന്നതയായിരിക്കും. ഞാനേ ജംഗ്ഷനിൽ പോയിട്ട് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങോട്ട് വിടാം. ചന്ദ്രൻ്റെ ആട്ടോ? ചന്ദ്രൻ്റെ ആട്ടോ വേറെ ഓട്ടോ പോയിക്കണം. നിങ്ങൾ ചന്ദ്രൻ്റെ ആട്ടോയിലേ പോകണം. അല്ല, ഞാൻ ഉണ്ടെങ്കിൽ വേറെ ആട്ടോ വിളിച്ച് വിടാം. കട്ടറിലൊന്നും ഇറക്കരുത്. ഇല്ലടാ. തന്നെടേ ഇതാ പറഞ്ഞു. പോയിട്ട് പെട്ടെന്ന് വാ മകള്, വാ. അവള് ഇവിടെ പോയിട്ട് നോക്ക്. പാത്രം കഴിയണ വെള്ളം കുടിക്കാനും പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് വന്നേ. രമാൻഡി ശങ്കരപ്പനോട് റെഡി ആയിട്ട് നിൽക്കാൻ പോവാൻ. രമാൻഡോട് റെഡിയാ പോവാം. ഒരു 10 മിനിറ്റ്, ഇതിപ്പോ കഴിയും. 10 മിനിറ്റാ? അല്ല, പറയുന്നേട്ടോ തോന്നുന്നു ഞങ്ങളുടെ എന്തോ ആവശ്യത്തിന് രമേന്റെയാണ് നിർബന്ധിച്ച് വിളിക്കുമെന്ന്. രമേന്റെയുടെ ആവശ്യമല്ലോ ഹോസ്പിറ്റലിൽ പോകുന്നത്. എടാ, ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ല, വെറുതെ എന്തിനാ പൈസ കളയുന്നേ? എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. രമേന്റി വന്നേ പറ്റുമോ ഹോസ്പിറ്റലിൽ? നീ ആശുപത്രി വരണില്ലേ? അപ്പൊ രമേന്റി നോക്ക് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കണ, വെള്ളം കുടിക്കാന്ന് പറഞ്ഞു വന്ന ആളാ. ഇവളെ കാര്യം ഇങ്ങനെയാണ്. എവിടെയെങ്കിലും പോകണമെങ്കിൽ അവള് ഉടൻ പാത്രം എന്തൊരു ജോലിയാണ് ഇത്. എന്റെ അച്ഛൻ സിങ്ക് നോക്ക്, ഇവിടെ അഴുക്കായി കിടക്കുന്ന പാത്രമൊക്കെ ചേച്ചി വരുമ്പോ ബുദ്ധിമുട്ടാവും. ഇതിപ്പൊ തീരും. ഇനി വന്ന് നിർത്ത്, അതൊക്കെ അവള് വന്ന് കഴുകിക്കോളും. നീ ഇങ്ങോട്ട് വാ, അവളിപ്പോ ആട്ടോ ഓടിച്ചോണ്ട് വരും. അച്ഛൻ, ഞാനൊരു കാര്യം ചെയ്യട്ടെ? ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും പിഴിഞ്ഞിട്ട് നീരെടുത്ത് കുടിച്ചാലാ? നീ ഡാക്ടർ ഒന്നും ആവണ്ട.
അവിടെ ഇഞ്ചിയും മറ്റേതും ഉണ്ടാക്കാൻ പോകണം കൊണ്ടുപോക്ക്. ബാലു ഇപ്പം ആട്ടയും കൊണ്ട് വരും. ഒന്നാമത് നീലുവിൻ്റെ ആഫീസിൽ പോയിട്ട് നീലുവിനെ വിളിച്ചുകൊണ്ടാണ് നോക്കാൻ അങ്ങ് പോവാൻ. ഇനിയിപ്പോ ചേച്ചിനെയും കൂടെ ബുദ്ധിമുട്ടിക്കണോ? ഓ ബുദ്ധിമുട്ടിന് നിനക്ക് ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ലല്ലേ? വീട്ടിൽ തരുന്ന സ്വന്തം ഭർത്താവിനെ പോലും ബുദ്ധിമുട്ടിക്കുന്ന നിനക്ക് ശരിയാവൂലല്ലേ? എന്തൊരു ജമ്മാടി ഇതൊക്കെ. ഓ പോവാ അച്ഛാ, ഒന്ന് സമാധാനപ്പെട്. പിന്നെ വാ. രമാൻഡി 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 ഇപ്പൊ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി മുമ്പ് വീട്ടിലേക്ക് എത്താം. ആന്റി പിന്നെയും ചാർജായി. ഡോക്ടറിനെ കണ്ടാ? കണ്ട്. ഇഞ്ചക്ഷൻ ഒന്നും എടുത്തില്ലല്ലോ? ഇല്ല. ഞാൻ പറഞ്ഞില്ല ഇഞ്ചക്ഷൻ ഒന്നും എടുക്കില്ലെന്ന്. നീ ഇപ്പൊ പറഞ്ഞു? ഞാൻ പറഞ്ഞു, നീ കേട്ടില്ല. നീ കേട്ടില്ല. ശങ്കരപ്പനോട് പോയി രമാൻഡി. അച്ഛൻ ആരനാട് പോയല്ല? പോയാ? ശിവ ചോറുന്നായിരുന്നോ? കൊള്ളാം, കഴിച്ചോന്നോ? ഇന്ന് കുറച്ച് കൂടുതൽ കഴിച്ചു. ഇപ്പഴാ ദഹിച്ചെന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ ഓവറാക്കണ്ട, ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ആ ആശുപത്രിക്കാർ എത്തിയാ? ശങ്കരനെ എവിടെ? ആ ശങ്കരനും വീട്ടിൽ പോയി ചേച്ചിയെ കാണാൻ വേണ്ടി ആര്യനാട്. അപ്പൊ അങ്ങനെ ആശുപത്രി നിന്നില്ലേ? അവിടെ വന്നിട്ട് അവിടുന്ന് പോയെന്നേ. എങ്ങനെയുണ്ട് റിസൾട്ട്? എങ്ങനെയുണ്ട്? ഓ റിസൾട്ട് ഒന്നും കുഴപ്പമില്ല, എല്ലാം ഓക്കെ. അല്ലേ? എന്താ ഇത്രയും മരുന്നാ? എന്തിനു മരുന്ന് ഇത്രയും വാങ്ങിച്ചത്? മരുന്ന് കഴിക്കട്ടെ, പിന്നെ മരുന്ന് കഴിക്കട്ടെ. ആ നീ പണ്ട് ഗർഭിണിയായപ്പോൾ ഒരുപാട് മരുന്ന് കഴിച്ചല്ലേ? വേണോ വേണ്ടതെന്ന് നമ്മൾ നിർബന്ധിച്ചാണ് കഴിപ്പിക്കുന്നത്. അതിന് ഞാൻ അപ്പം മാത്രമല്ലല്ലോ, അതിന് മുമ്പും ബിംബൊക്കെ ഒരുപാട് മരുന്ന് കഴിച്ചിട്ടുണ്ട്. അതെ, ഇനി തൊട്ട് കൃത്യസമയത്ത് ആഹാരം കഴിക്കണം, കൃത്യസമയത്ത് ഉറങ്ങണം, ശരീരം നോക്കണം. ആ ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരിയാവും. ഇപ്പോഴെങ്കിലും കറക്റ്റാ മനസ്സിലായല്ലേ? അത് തന്നെ. പിന്നെ ജയന്തനെ വിളിച്ച് പറയണം. പറയാം. എൻ്റെ അച്ഛൻ കുട്ടൻ വൈദ്യരുണ്ടല്ലോ, അയാളെ വിളിച്ച് പറയണം. കഴിക്കൊന്നും വാങ്ങിച്ചില്ല? പിന്നെ ഒരുപാട് ടാബ്ലറ്റ്സ് ഉണ്ട്, എടുത്ത് കഴിച്ചോ. തുടങ്ങി കോമഡി. എനിക്കത് ചായ ഇട്ടേ അടി. ഇവിടെ വെച്ചിട്ടാ മതിയാ? ഇല്ല, പടവലത്ത് പോയിട്ട് പോവാലോ. പെട്ടെന്ന് ചായ ഇട്ടുണ്ടോ? ഓ പറഞ്ഞ ഓർമ്മ വേണം. രമ്യ മരുന്നെടുത്ത് വെക്കേ. നന്നായിട്ട് കെയർ ചെയ്യണം ശരീര. ജയന്തനെ വിളിച്ച് പറ. പറ. രമാൻഡിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. രൊമാൻറ്റിക്ക് ഇനി ഒരു കുഴപ്പമില്ല നോക്കേണ്ടത് നിങ്ങളാണ്. ഏത് ഡോക്ടറെ കാണിച്ചേ? സുജാത ഡോക്ടറെ കാണിച്ചേ. നമ്മളെ സുജാത ഡോക്ടർ. അത് നന്നായി. ചേട്ടൻ ഇന്നെന്താ എന്നോട് പ്രത്യേക സ്നേഹം? എടി എൻ്റെ ബന്ധുക്കളായിട്ട് ഇവിടെ വല്ലപ്പോഴേക്ക് പറഞ്ഞാൽ നീ മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഇതിനെ ഞാൻ എനിക്ക് സ്നേഹിക്കേണ്ടതല്ല, സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് സ്നേഹിക്കണം. എനിക്ക് എന്നെ ആരെങ്കിലും കൂടുതൽ സ്നേഹിച്ചാൽ ഭയങ്കര പേടിയാ. അതങ്ങനെയാ. ഇപ്പൊ ചേട്ടനും അനിയത്തിയും ഒന്നായി, നമ്മൾ പുറത്ത്. അങ്ങനെയുണ്ട്. സത്യം പറഞ്ഞ രമേ, ഇവക്ക് എൻ്റെ ബന്ധുക്കളെ ഞാൻ സ്നേഹിക്കണം, നമുക്ക് ഇഷ്ടമില്ല. വല്ലപ്പോഴേക്ക് പിള്ളേരെ കൊണ്ട് ഏറ്റിങ്ങനെ പോകണം വിചാരിച്ചാൽ പാണ്ട ഇപ്പൊ ബന്ധുക്കളെ കാണാൻ പോകണം. നിർത്ത്. ആരെങ്കിലും കാണുമ്പോൾ ഈ വാചകൊടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്ത്. എടി വാചകടിയല്ല, ഞാൻ സംസാരിക്കണമെങ്കിലുണ്ടല്ലോ നീ ഭസ്മായിപ്പോ. ഭസ്മം. എന്റെ പൊന്ന് ചേട്ടാ, ഇന്നെങ്കിലും നിങ്ങൾ വഴക്കടിക്കാണ്ടിരി. അയ്യോ, ഈ സമയത്ത് അവർക്ക് വഴക്കൊന്നും കേട്ടുകൂടാ, അത് ഞാൻ മറന്നുപോയി. രമേ ഒരു കാര്യം ചെയ്യും, തലവനെ എടുത്തിട്ട് വയ്യ, ഒരു ചായ ഇട്, കട്ടനായിട്ടാണ്. ആരെ ഇടണത്? പയ്യത്തെ നീയാണ് എടി ചായ ഇടണത്. എടി ഈ സമയത്ത് അവളെ കൊണ്ട് ജയിക്കാൻ പാടില്ലെന്ന്. അച്ഛൻ കൊറേ നേരമായിട്ട് പറയണല്ല ഈ സമയത്ത് നീ പറയുന്നേ. മക്കളെ ആന്റിക്ക് വയ്യായിരിക്കല്ലേ, അപ്പൊ നമ്മളെ നോക്കേണ്ട അതിന്റെ. ചായനായിട്ട് വരട്ടെ. ഇപ്പഴെങ്കിലും ഒന്നും മൊയിഞ്ഞില്ലേ? കൊറേ നേരമായി ഇരിക്കുന്നു. രക്ഷയില്ലാതെ ഒന്ന് പേറ്റ് പിടിച്ചതാണ്. മക്കളെ ഒരു ഉഗ്ര ചായ കാണിച്ചു കൊടുക്കും. ഞാൻ കാണിച്ചു കൊടുക്കും. എപ്പ അറിയില്ല ചേച്ചി ഉണ്ടാക്കണ ചായ കുടിക്കാതിരിക്കുന്നതാണ് വയറിന് നല്ലത്. പൊടി കടന്ന്. രമേ ഈ രാത്രിത്തേക്ക് ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. അതെല്ലാം ശരിയാക്കാൻ ചേച്ചി. വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും വയ്യായിരിക്കാണ്. ഞാൻ പുറത്ത് പോയി ഭക്ഷണം വാങ്ങിച്ചോട്ട് വരാം. അന്ന് പിന്നെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. നരിയണ്ടല്ലോ പൈസ. വേണ്ട, വാങ്ങണ്ട, ഇവിടെ ഉള്ളത് വെച്ച് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. ഇന്ന് എല്ലാം പട്ടിണി തന്നെ, എല്ലാം പട്ടിണി. പൈസ വേണ്ടാന്നേ, ഞാൻ ഉണ്ടാക്കിക്കോളാം, കുഴപ്പമില്ല. എനിക്കൊരു തലവേദനയല്ലേ, അത് മാറും. പൈസ അയച്ചപ്പോ അവളെ സുഖം പോയി. ചേച്ചി രാത്രിയിലേക്ക് എന്താ വെക്കുക? ചപ്പാത്തി ഉണ്ടാക്കിയാലോ? ചപ്പാത്തിയാ? ഓ ചപ്പാത്തി ഉണ്ടാക്കണ ഭയങ്കര മെനക്കേടാ. പിന്നെ കുഴയ്ക്കണം, ഉരുട്ടണം, പരത്തണം, ചൂടണം. എന്നെ കൊണ്ടൊന്നും വയ്യ. ഞാൻ ഉണ്ടാക്കിക്കോളാം ചേച്ചി. അയ്യോ നീ ചെയ്യണ്ട, നിന്നെ കൂടെ ഒന്നും ചെയ്യണ്ടെന്നും പറഞ്ഞാൽ പോയിരിക്കണേ, വയ്യാത്തല്ലേ. എന്നാ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണ്ട. അല്ല വല്ലതും നടക്കൂ, കുറെ നേരമായി കൊതിപ്പിക്കാൻ തുടങ്ങിട്ടു. നിന്നെ ആരെങ്കിലും വിളിച്ചോ ഇങ്ങോട്ട്? ഇല്ലല്ലോ. കഞ്ഞിയും പയറും വെക്കാം, അതാ നല്ലത്. അവസാനം ഞാൻ വിചാരിച്ച സ്ഥലത്ത് തന്നെ കറങ്ങി തിരിഞ്ഞെത്തി. എന്റെ രമാൻറ്റിക്ക് അറിയോ, ഈ അമ്മയ്ക്ക് മടിയാ. എന്തായാലും ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ അപ്പം എന്തെങ്കിലും കാര്യം പറഞ്ഞത് അങ്ങോട്ട് മുടക്കും. ഈ ഓർമ്മ വെച്ച കാലം മുതലേ ഈ അവസ്ഥ തന്നെ. ഡാ പോടാ, പോയിരുന്ന് പഠിക്ക്.
രണ്ടുപേരോട് ചെന്ന് പഠിച്ചേ. എന്റെ രമേന്റി പഠിക്കാൻ മാത്രം പറഞ്ഞു, ഞങ്ങൾ പഠിച്ചോളാം. എടാ നിന്റെയൊക്കെ അടുത്ത് പഠിക്കാനല്ലാണ്ട് പിന്നെ എന്താ പറയണ്ടേ? ചേച്ചി വന്ന് കറക്റ്റ് സമയത്താ. ആ അടുക്കള ചെന്നിട്ട് ഗോതമ്മാവ് എടുത്ത് ചപ്പാത്തിക്ക് കുഴച്ചേ ചെല്ലി. ഞാനാ? എന്തിന്? എന്റെ പൊന്നു ചേച്ചി, ചപ്പാത്തിക്ക് മാവ് ഇങ്ങനെ കുഴച്ചെടുത്താൽ മാത്രം പോരാ, അത് ഉരുട്ടി പരുത്തി എടുക്കൊക്കെ വേണം. എനിക്ക് കുഴക്കാനും പരത്താനും അറിയാൻ പാടില്ല. അഥവാ ഞാൻ പരത്തി കഴിഞ്ഞാൽ ശരിയാവത്തൂല്ല. അതൊന്നും കുഴപ്പമില്ല, രമേന്റി എല്ലാം പഠിപ്പിച്ചത്. ആ നീ ചെയ്യുമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തിനാ ചുമ്മാ രമാൻ്റെ സമയം പാഴാക്കണേ? നമുക്ക് അമ്മ ഉണ്ടാക്കി തന്നെ കഴിച്ചാ പോരെ? അത് ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ ചേച്ചി കൊണ്ട് ഞങ്ങൾ ആ ദൗത്യം ചെയ്യിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഞാൻ നിങ്ങൾ ചുമ്മാ സംസാരിക്കാനായിട്ടപ്പോ വന്നതാ. അപ്പോ പഠിക്കാനുണ്ടല്ലോ, ചെല്ലി. ഇനി ഇവിടെ നിന്നാ മുതുകത്തിട്ട് മേടിക്കും. ഞാൻ എന്നാ പോട്ടെ അമ്മേ. ശരി കേട്ടാ, ചെല്ലി. ഇനി ആ റൂമിൽ നിന്ന് തിരിച്ച് ഇറങ്ങി പോകരുത്. ഇന്ന് ഫുള്ള് പഠിത്തം കഴിക്കണം. ഇവൻ ആരമ്മ? എൻ്റെ അമ്മാവനാ? ലച്ചു നിർത്തേ, പോരുന്ന് പഠിച്ചേ. കുറെ ദിവസമായിട്ട് ഓങ്ങി വെച്ചിരിക്കുക, എന്നാ ഞാൻ തന്നെ അറിയാം. ഡാ സപ്പോർട്ട് ചെയ്തും വെച്ച് ഒരുപാടങ്ങ് മുകളിലോട്ട് കയറല്ലേ. നിന്നോടും കൂടി ഞാൻ പറഞ്ഞ പോയി പഠിക്കേ. വാ പഠിക്കാം. അഞ്ഞലു ഞാൻ പൊൻപടിയിൽ ആട് ആട് ആടാട്, ആലിലയിൽ പള്ളി കൊള്ളും ആരോമലുണ്ണി ആടാട് ആട്. ഇതിൻ്റെ പല്ലവി എന്ത്? ആ, ഇത്തിരി തേനിൽ പൊന്നുരച്ച് ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ച്. അങ്ങനെ ആ കിഴങ്ങനെ ഒന്ന് വിളിക്കിട്ട്, അവൻ വല്ലതും അറിയണ ഇതൊക്കെ. ജയന്താ, എവിടേക്കാണാ നീ? കൊല്ലത്ത് എറണാകുളത്താ? എറണാകുളത്താ? ഭാഗ്യം. എടാ ഇങ്ങോട്ട് പെട്ടെന്ന് വാ. എടാ വഴക്ക് പറയാനൊന്നും അല്ലടാ. അയ്യോ വാടാ ഇഞ്ഞ് പെട്ടെന്ന്, ഒരു വിശേഷം ഉണ്ടടാ. ആ വരുമ്പോഴേ കുറച്ച് മാങ്ങയും കൂടെ വാങ്ങുന്നു. പഴുത്ത മാങ്ങ, പച്ച മാങ്ങ. എന്തിനാ അച്ചാറടാ? കണ്ടാ ഗുണാപ്പി. നീ വാങ്ങിച്ചോട്ട്. ആ ശരി. അഞ്ഞലു ഞാൻ പൊൻപടിയിൽ ആട് ആട് ആടാട്, ആലിലയിൽ. പാട്ടൊക്കെ പാടി രസിച്ചാണല്ലോ ഇരിക്കണേ. നീ കൊറേ താരാട്ട് പാടാൻ കിടക്കല്ലേടേ. വാവ വാവ വാവാ വാവല്ലടാ, അത് ഓണം കഴിച്ചിട്ട് മുമ്പ്, ഓണത്തിന് മുമ്പ് പറഞ്ഞല്ലേ വാവ്, അതല്ല വാവ വാവ. വാവ എവിടെ നീറ്റിന്റെ ആരെങ്കിലും ആണോ? എന്തോടാ ഇത്രയൊക്കെ ഉള്ളടാ അതിന്റെ ബുദ്ധി. ഇതൊന്നും മനസ്സിലാവില്ലേടാ, എനിക്ക് കാണുന്നൊന്നും നിനക്ക് മനസ്സിലാവില്ലേ? ആ പറയട്ടെ ജിൻസി. ഇല്ല ഞാൻ വീട്ടിലുണ്ടല്ലോ. ആ ഞാൻ കുറച്ചുകൂടെ ബാംഗ്ലൂരായിരുന്നു, ഇനി കുറച്ച് കഴിയുമ്പോൾ മുംബൈയിലൊക്കെ പോണം. ആ അതൊക്കെ ചുമ്മാ രസം. എന്തേ? അതെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം, കുറച്ച് ബിസിയാ. ആയിക്കോട്ടെ ശരി. മാഡം ഒന്നുണ്ടോ? എന്തേ? ബാ. എന്ത്? ചിലപ്പോ ബോംബെയിൽ പോകൂലേ? എന്തിനാ ബോംബെ പോണ? ചുമ്മാ ഞാൻ രസത്തിന് പറഞ്ഞ. അതിന് മക്കളെ ഈ വെറുതെ ബോംബെ പോണെന്നൊക്കെ രസത്തിന് പറയണേ. ഇപ്പൊ വിളിച്ച ജിൻസി ഇല്ലച്ചാ, അത് ഭയങ്കര തള്ളാണ്. നമുക്ക് പിടിച്ചിക്കണമെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. പറഞ്ഞു കഴിഞ്ഞില്ല, അതുകൊണ്ട് ചെല്ലിയേട്ടാ ചെല്ലി. ഞാൻ പറഞ്ഞില്ല ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോയില്ല, അതിനകത്ത് നിന്ന് കുത്തിയിരുന്ന് പഠിച്ചോണോ? ആ മുറി തന്നെ ഇരുന്ന് പഠിക്കണോ? ആ മുറി തന്നെ ഇരുന്ന് പഠിക്കണം, പഠിച്ചേ പറ്റൂ. ജോലി ചെയ്യാൻ പോലും പറ്റാത്ത പഠിപ്പായിരുന്നില്ലേ, പോയിരുന്ന് പഠിക്കേ. മക്കളെ പോയിരുന്ന് പഠി, എന്നിട്ട് പെട്ടെന്ന് അടുക്കള ചെന്ന് ആൻറ്റി സഹായിക്കും. അല്ല രമ, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. മക്കളെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അതെ ഇപ്പൊ തുടക്കമായതുകൊണ്ട് പ്രശ്നമില്ല. നിങ്ങളെ 4 കാര്യത്തിലേ അച്ഛൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോ? അറിയാമോ? എന്താ പറയുന്നേ? നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. പോയിരുന്ന് പഠി. പോ തോന്നാ പറയണേ. ഓടുന്നു ആടാട് ആട് ആട് ആടാട്. ജയന്ത്രങ്ങളെ അച്ഛാ, ജയന്ത്രങ്ങളെത്തി. എന്തെങ്കിലും കവറിലെന്ത് മാങ്ങി? എത്തിയാ? ആ ഞാനെത്തി. ഞാൻ അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് മാഷ് വിളിക്കണത്. സ്ഥലം വരെ? അല്ല പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഇറങ്ങും അങ്ങ്. ആൻറ്റിക്ക് കൊണ്ടുവന്ന മാങ്ങയിലടാ ഇങ്ങോട്ട്. എന്താ
നിന്റെ കൈ കൊണ്ട് അവങ്ങോട്ട് ഡേ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ, നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിച്ചോ. വാങ്ങ. ഇതെനിക്ക് കഴിക്കാനാ? പിന്നെ എല്ലാവരും ഇറക്ക്. ഇപ്പോഴേ വയറ് വയ്യാണ്ടിരിക്കുക, അതിന്റെ പുറമെ ഇതൂടെ കഴിച്ചാൽ നന്നാവും. അല്ല മാങ്ങ അച്ചാറിടാൻ വേണ്ടി മേടിച്ചത്. ഞാൻ ഒരു കള്ളം പറഞ്ഞേടേ. അല്ല നീ ഫോൺ വിളിച്ചില്ലേ? ഇല്ല. അപ്പൊ ആരും പറഞ്ഞില്ലേ ഒന്ന്? ആരും എന്തെങ്കിലും പറയാം, ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ പറഞ്ഞറിയിക്കാൻ? അപ്പൊ ഇത് വിശേഷമല്ലേ? എന്ത് അല്ല ഇത് വിശേഷമല്ലേ ഇപ്പൊ? ഓ ജയന്തങ്ങളെ വിശേഷം എന്താന്ന് ഞാൻ തന്നെ പറയാം. നമ്മുടെ രമയ ആൻറ്റി ഭയങ്കരമായിട്ടൊന്ന് ഛർദ്ദിച്ച്. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു വയറ്റിലെന്തോ ദേനക്കേടിന് പ്രശ്നം. എടാ പൊട്ടം എന്താ കാര്യങ്ങൾ അറിഞ്ഞൂടെ കണക്കണ പറയാതെ. ഇതാണ് പിള്ളേരെ സ്ഥാനത്തിരിക്കണമെന്ന് പറഞ്ഞത്. രമേ നീ പറയണോ ഞാൻ പറയണോ? ഞാൻ പറയാം. അല്ല ഞാൻ പറയാം. പറ. എനിക്ക് വയറിന് സുഖമില്ലായിരുന്നു, പിന്നെ ഹോസ്പിറ്റലിൽ പോയി കുറച്ച് പൈസ ചെലവായി. പിന്നെ ഡോക്ടർ പറഞ്ഞു ദഹനത്തിന്റെ പ്രോബ്ലം ആണ്, കുഴപ്പമില്ലാന്ന് പറഞ്ഞു. നീ എന്തോന്ന് കാണിക്കണേ? നീ എന്തോ നീ പറയണേ? കളിയാക്കണ ഇവരെ പൊട്ടം കളിപ്പിക്കണ? നീ പറയുന്നത് ഞാൻ പറയും. പറയട്ടെ ഞാൻ പറയട്ടെ. ഡേയ് എന്താ വരിക വയറ്റുണ്ട്. വയറ്റിലെന്ത്? ഇതവിടെ ഗർഭിണിയാണെന്ന്. അയ്യോ നീ അച്ഛനാവാൻ പോണ്ട. അയ്യോ എന്ന് വിളിക്കുന്നതിന് എടി ഞാൻ കേട്ട ശരിയാണോ? ചേച്ചി നീ ഗർഭിണിയാണോ? ബാലു ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങളെ പറയടാ ഗർഭമാണെന്ന് കള്ളം പറയടാ. ചേട്ടാ ഞാൻ പറഞ്ഞ ഞാൻ ഗർഭിണിയാണെന്ന്. ഇത് ചതിയാ. എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയാൻ പാടില്ല. ബാലു നിങ്ങളോട് ആരാ പറഞ്ഞേ രമ ഗർഭിണിയാന്ന്? ആര് പറഞ്ഞ്? ഛർദിച്ചാ? ഇവിടെ ഛർദിച്ചാ? ഓ. ഛർദിച്ചപ്പം ഞാൻ പറഞ്ഞു നിന്റെ ഓഫീസിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ആട്ടയെ പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. പോയിട്ട് മറ്റേ സുജാത ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറിലെ കണ്ടത്. പിന്നെ വയറിളക്കത്തിനാ പോണത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറെ കാണാൻ. ഗർഭമല്ലടി. ഞാൻ ശിവാനിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ കണ്ട സുജാത ഡോക്ടറെ അല്ല കണ്ടത്. മെഡിക്കലിൽ ഒപ്പിലിരിക്കുന്ന ഡോക്ടർ ഇല്ലേ സുജാത ഡോക്ടർ, ആ ഡോക്ടറെ കണ്ടത്. അവർ പറഞ്ഞു അവർക്ക് വയറിലെന്തോ തേക്കാതെ കിടപ്പുണ്ട്, വയറിനെ കംപ്ലൈന്റ് എന്ന്. മുട ചാമ്പ്രാണി ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ കിടന്ന് പറഞ്ഞടി ഈ സാഹചര്യത്തിൽ ഈ അവസ്ഥയിൽ എന്ന് നിനക്ക് മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് ഞാൻ ഒന്നും അറിവിടാതെ പറയണമെന്നൊക്കെ മനസ്സിലാക്കാത്തത് എന്റെ കൺഫ്യൂഷൻ മാറ്റാത്തത് അതല്ലേ ഇവിടെ ഒത്തിരി പ്രശ്നം കാരണം. എൻ്റെ അച്ഛാ ഈ കൊച്ചു പിള്ളേരെ ഞങ്ങൾക്ക് വരെ മനസ്സിലായി രമേന്റിക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ഈ അച്ഛൻ്റെ ഒരു കാര്യം എന്താ മാങ്ങ നമുക്ക് അച്ചാറിടാം. പിന്നെ എൻ്റെ ഒരു ചെറിയ കൺഫ്യൂഷനാണ്. അത് വിട്ടളേ. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ തീർന്നിട്ടില്ല. എടി സത്യം പറ, നീ ഗർഭിണിയാണല്ലേ? അയ്യോ സത്യമായിട്ടും അല്ല. നിങ്ങൾ അങ്ങനെ ഇട്ട് കളിക്കണ്ട. എടി എനിക്ക് സത്യം അറിയണം, നീ ഗർഭിണിയാണല്ലേന്ന്. ഭാര്യ അവിശ്വസിക്കാനാണോ നീ? എനിക്കറിയാം നിങ്ങൾ വിളിച്ചു ആ ഡോക്ടറെ അടുത്ത് പോയി ഈ ഡോക്ടറെ അടുത്ത് പോയെന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ കളിപ്പിക്കൊന്നും വേണ്ട. ഞാനിപ്പോ പോണു, ഞാൻ ശരിയാക്കി തരാം. ഞാൻ നാണം കെട്ടവൻ ഭാര്യ സംശയിക്കണം. അച്ഛാ സമാധാനായല്ലോ. നീ രമാന്റെ ഉപദ്രവിക്കാനായിട്ട് ജയന്തരങ്ങൾ വേറൊരു കാരണം കൂടി ഉണ്ടാക്കി കൊടുത്തപ്പോ. ബാലു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ. എന്തോന്ന്? അല്ല എന്തോന്നാണിത്? നീ എപ്പോ വന്നാലും ഇവിടെ പ്രശ്നമാണല്ല.